Hi friends, welcome to SHAHNAZ Easy Tips. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമിൻ്റെ റെസിപ്പിയുമായാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ വരുന്ന കുഞ്ഞു ബെൽ ബട്ടണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഇതിനായി നമുക്ക് കുറച്ച് ബ്രെഡാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് ബ്രെഡിൻ്റെ അളവ് കൂട്ടാം. ഇതിപ്പോൾ ഏകദേശം ഒരു 14 എണ്ണം ഉണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ അരിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അരി കട്ട് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഗുലാബ് ജാമിൻ്റെ ഉള്ളിൽ നല്ല വെള്ള കളറായിരിക്കാനാണ്. ഇനി ഇതുപോലെ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. ഇതാ ഞാനിപ്പോൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ബ്രെഡൊക്കെ ഇതുപോലെ നല്ല ഫൈനായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പുട്ടിൻ്റെ പൊടി കുഴച്ചെടുക്കണ പോലെ ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചേശ്ശെ പാലൊഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ. എങ്ങാനും വെള്ളം കൂടിപ്പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ചേശ്ശെ ഒഴിച്ച് നമുക്ക് ആ പുട്ടിൻ്റെ പൊടിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കാം. കൈ വെച്ച് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവണമെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ കുറച്ചെടുത്തിട്ട് ഒരു ഉരുളാക്കി നോക്കുക. അപ്പോൾ ഇങ്ങനെ അമർത്തി വെക്കുമ്പോൾ ഉരുള നിൽക്കുന്നുണ്ടെങ്കിൽ അത് റെഡി ആയി എന്നാണ് അർത്ഥം. അപ്പോൾ ഇതുപോലെ നമുക്കിനി എല്ലാതും ഉരുളാക്കി എടുക്കാം. ചെറിയ ഉരുളാക്കണം, അധികം വലുപ്പത്തിലാക്കരുത്. നന്നായി അമർത്തി തന്നെ കുഴച്ചെടുക്കുക. അതിൽ വിള്ളലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗുലാബ് ജാമുൻ റെഡിയായി വരില്ല. ഇതാ ഞാനിപ്പോൾ എല്ലാം നല്ല ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഒരു വിള്ളൽ പോലും പാടില്ല. അങ്ങനെ നമ്മൾ ഉരുളകളാക്കി എടുക്കണം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ നന്നായി ചൂടായി വന്ന ശേഷം മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ചും കൂടി കുറച്ച് വെച്ചിട്ട് ഓരോന്നായിട്ട് നമ്മുടെ ബോൾസ് ഇട്ട് കൊടുക്കുക. മെല്ലെ ഇട്ട് കൊടുക്കണം. നമ്മുടെ ബ്രെഡ് അതിൻ്റെ പേരിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് മെല്ലെ ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ ഇളക്കുമ്പോഴും മെല്ലെ ഇളക്കാൻ പാടുള്ളൂ. അല്ലാണ്ടിട്ട് കുത്തി കുലുക്കി ഇളക്കിയാൽ നമ്മുടെ അതൊക്കെ പൊട്ടിപ്പോവും. മെല്ലെ മെല്ലെ നീക്കി കൊടുക്കുക. എല്ലാ വശവും ഒന്ന് റെഡിയായി വരുന്ന വരെ. ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ചെറുതായി ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഒരു വർഷമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. ഇതപ്പോൾ ഏകദേശം എല്ലാ ഭാഗവും ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കളർ മാറി വരണം. ഇതാ അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിനായി ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി ഇത് നന്നായി തിളച്ച് വരണം. തിളച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് വീണ്ടും തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ഏലക്ക ഒന്ന് ചെറുതായി ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അപ്പം തന്നെ നമ്മുടെ ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഒരു 20-25 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. അപ്പോഴത്തേനും അതവിടെ ഇരുന്നിട്ട് ആ വെള്ളമൊക്കെ കുടിച്ച് സെറ്റായി വരും. ഇതിപ്പോൾ ഒരു 25 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാണ്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസുമായി വരുന്നവരെ ബൈ ബൈ.